ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗം കണ്ട മനുഷ്യർ എന്ന പ്രയോഗം ഒരു യഹൂദ നാടോടി പഴഞ്ചൊല്ലാണ്. എന്നാൽ വേദത്താളുകളിൽ ആ പ്രയോഗം അർത്ഥപൂർണമാക്കിയ വിശുദ്ധന്മാരുമുണ്ട്. ക്രിസ്തുനാഥൻ തൻ്റെ പരസ്യ പ്രബോധനത്തിൻ്റെ ആദ്യ സന്ദർഭത്തിൽ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് 3 വ്യക്തികളെ വിളിച്ചു ചേർക്കുന്നു. അവരോടായി അദ്ദേഹം പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യം. വാസ്തവത്തിൽ ആ 3 ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രവചിച്ച ദിവ്യ അനുഭവം പലവരു ജീവിതത്തിൽ അനുഭവയോഗ്യമായിട്ടുണ്ട്. ഒരിക്കലും ഭൗതിക ജീവിത സാഹചര്യത്തിൽ നാം സുഖം, സന്തോഷം, സൗഖ്യം എന്നൊക്കെ പറയുന്ന ജീവിതഘട്ടങ്ങൾ ഉണ്ടല്ലോ. ആ ജീവിതഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സ്വർഗ സമാനമായ ജീവിത അനുഭവത്തിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയില്ല. മുമ്പ് നാം കണ്ട സുഖദായകപ്രദമായ ജീവിത സന്ദർഭങ്ങൾ നൈമിഷികവും ആയുസ് കുറഞ്ഞതുമാകാം. എന്നാൽ സ്വർഗസമാനമായ ജീവിത സന്ദർഭം എന്നത് യാതനകളും വേദനകളും കഷ്ടനഷ്ടങ്ങളും കണ്ണുനീരും ഇടകലർന്നതാണെന്നുള്ള സത്യം വിസ്മൃതിയിൽ ആർന്നു പോകരുത്. ഒരിക്കലും എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാത്ത ഒരു യുവാവ് ഭൗതിക സുഖസമൃദ്ധിയിൽ യാത്ര ചെയ്ത ഒരു കാലം, ആരെയും അനുസരിക്കാതെ, ആർക്കും വിധേയപ്പെട്ടു കൊടുക്കാതെ, എല്ലാവരെയും അവഹേളിച്ച് തന്നെ എതിർക്കുന്നവരെ മുഴുവനും നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച ആ യുവാവ് ആരോഗ്യം, ധനം, സുഖം, അംഗീകാരം, മാന്യത എന്നിവയൊക്കെ എൻ്റെ മാത്രം കൈമുതലെന്ന് ചിന്തിച്ച ഒരു കാലം. എന്നാൽ മധ്യവയസ്സ് കഴിഞ്ഞപ്പോൾ അയാളിൽ മരണസമാനമായ ഒരു രോഗം വന്നു ചേർന്നു. ബോൺ ക്യാൻസർ അഥവാ മൾട്ടിപ്പിൾ മൈലോമ. വേദനയുടെ ആധിക്യത്താൽ അയാൾ പല്ലുകടിച്ചു. അസഖ്യമായ വേദനകൾ അദ്ദേഹത്തെ കാർന്നു തിന്നു. അദ്ദേഹം അയ്യം വിളിക്കുവാൻ തുടങ്ങി. വേദനയുടെ സമയത്ത് അദ്ദേഹം തൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. ചെയ്തുപോയ വലിയ ഹീനകൃത്യങ്ങളെ ഓർത്തു. സൃഷ്ടികർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി നിറമിഴിയോട് അദ്ദേഹം എൻ്റെ തമ്പുരാനേ എന്ന് ഹൃദയസ്പർക്കായി പലവരു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഭാഗ്യവശാൽ രോഗം വേഗം സൗഖ്യമായി. പിന്നിട്ട വഴികളിൽ താൻ അനുഭവിച്ച സുഖം, രോഗകാലത്തെ വേദന, ഇവ രണ്ടും താൻ താരതമ്യപ്പെടുത്തുവാൻ തുടങ്ങി. സുഖം അനുഭവിച്ച കാലത്ത് ദൈവമേ എന്ന് വിളിക്കാത്ത മനുഷ്യൻ വേദനയുടെ നടുവിൽ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിത്തന്ന കാലത്തെയും പരസ്പരം താരതമ്യത്തിന് വിധേയപ്പെടുത്തി. ആ ജീവിത സന്ദർഭത്തിൽ സ്വർഗനാഥൻ്റെ സന്നിധിയിൽ ഉൾക്കണ്ണുകളാൽ കണ്ട ദിവ്യ ദർശനം രോഗസൗഖ്യം തനിക്ക് ലഭിക്കുന്നു എന്നുള്ളതായിരുന്നു. ഏറെ മനുഷ്യരും ജീവിതം സുഖദായകമാക്കുവാൻ നെട്ടോട്ടം ഓടുന്ന ഒരു കാലമാണിത്. കഷ്ടനഷ്ടകാലത്ത് വേദനയുടെ മധ്യത്തിൽ നല്ലനാഥൻ്റെ അതിശ്രേഷ്ഠ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ മഹത് വ്യക്തികളെ നമുക്ക് ഹൃദയത്തിൽ പേറാം. ശരീരത്തിൽ കാഠിന്യമാർന്ന കല്ലുകൾ പതിച്ചപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗീയ ദർശനം നേരിൽ കണ്ട വിശുദ്ധനായ സ്തേഫാനോസ് ശമ്മാശൻ. പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ സ്വർഗീയ ദർശനം നേരിൽ കണ്ട വിശുദ്ധനായ യോഹന്നാൻ അപ്പസ്തോലൻ. ഹൃദയവേദനയുടെ കാലത്ത് ബഥേലിൽ വെച്ച് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ട വിശുദ്ധനായ യാക്കോബ്. ഉസിയ രാജാവിൻ്റെ കാലത്ത് ഉഗ്രപീഡനത്താൽ താൻ തകർന്ന് തരിപ്പണമാകുമെന്ന് ചിന്തിച്ച് സ്വർഗീയ ദർശനം കണ്ട യെശയ്യാ പ്രവാചകൻ. ഇങ്ങനെ പറഞ്ഞാൽ തീരൂല്ല സഹോദരങ്ങളെ. ജീവിതത്തിൽ യാതനകളും വേദനകളും അസഹനീയമായ പ്രയാസപ്പെടുത്തലുകളും നമ്മെ ഭരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുവാൻ, കണ്ണുകൾ തുറന്ന് ആത്മമാരി സ്വീകരിക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ. ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.